ആ ചരിത്രം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്തു നിന്നും പറന്നുയർന്നത് ഉച്ചയ്ക്ക് 2:10. എറണാകുളത്തെ ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപ്പാഡിൽ പറന്നിറങ്ങിയത് 2:55. 3 മണിയോടെ വെറും 4 മിനിറ്റ് കൊണ്ട് 46-കാരനായ കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തിച്ചു. 21-കാരിയായ നേപ്പാൾ സ്വദേശിനി ദുർഗാ കാമയുടെ ശസ്ത്രക്രിയ ഉടൻ ആരംഭിക്കുകയും ചെയ്തു. 45 മിനിറ്റ്സ് അത് കുറച്ച് വേരി ചെയ്യും. നമുക്ക് ട്രാഫിക്കിനനുസരിച്ച് ഇപ്പോൾ 2 മേജർ എയർപോർട്ടുകളുടെ ഇടയിൽ നമ്മൾ പോകാല്ലേ, പിന്നെ ഒരു നേവിയുടെ ഒരു എയർപോർട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രാഫിക്കിന് മാനേജ് ചെയ്യുന്ന ഒരു 3-4, എന്നാലും മാക്സിമം നമുക്ക് ഇതിന് ക്ലിയറൻസ് പെട്ടെന്ന് തരാറുണ്ട് അവർ. വളരെ ചരിതാർത്ഥ്യമുള്ള ഒരു ഇത് തന്നെയാണ്. ചരിത്ര ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പുകൾ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ പൂർത്തിയായിരുന്നു. രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. അപകടത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഷിബുവിന് കഴിഞ്ഞ ദിവസമായിരുന്നു മസ്തിഷ്ക മരണം സംഭവിച്ചത്. പരിശോധനകൾക്ക് ശേഷം ദുർഗയ്ക്ക് ഷിബുവിന്റെ ഹൃദയം അനുയോജ്യമാണെന്ന് കണ്ടെത്തി. 19-ാം വയസ്സിലാണ് ദുർഗയ്ക്ക് അപൂർവ ജനിതക രോഗം പിടികൂടുന്നത്. അമ്മയുടെയും സഹോദരിയുടെയും ജീവനെടുത്തത് ഇതേ രോഗം. അനാഥാലയത്തിലാണ് ദുർഗയും സഹോദരനും കഴിഞ്ഞത്. അനാഥാലയത്തിന് നടത്തിപ്പുകാരനായ മലയാളിയുടെ സുഹൃത്തായ ഡോക്ടർ നേപ്പാളിൽ നടത്തിയ സന്ദർശനമാണ് ദുർഗയുടെ കേരളത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം. ഞാൻ അവളെ എക്സാമിൻ ചെയ്തു. പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് കൺജനിറ്റൽ തിങ്, സാധാരണ രീതിയിൽ മെഡിസിൻ കൊണ്ട് മാറുന്ന ഒരു കാര്യമല്ലെന്ന് മനസ്സിലായി. ഏകദേശം ഫെബ്രുവരിയിലാണ് വന്നത്. അവിടെ മുതൽ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഹാർട്ടിന് വേണ്ടിയിട്ട്. പ്രതീക്ഷയുമായി എത്തിയ ദുർഗയ്ക്ക് അവയവമാറ്റത്തിനായി ആദ്യം പരിഗണിക്കേണ്ടത് ഇന്ത്യൻ പൗരനെ എന്ന കേന്ദ്ര നിയമം തിരിച്ചടിയായി. 2 വർഷം മാത്രമേ ഇനി ജീവിക്കുകയുള്ളൂ എന്ന വിധിയോർത്ത് സമാധാനിക്കാൻ ദുർഗ തയ്യാറായില്ല. ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചുകൊണ്ട് നിയമ പോരാട്ടം ആരംഭിച്ചു. ദുർഗയുടെ ഹർജി പരിഗണിച്ച കോടതി ജീവൻ നിലനിർത്താൻ പൗരത്വം തടസ്സമാകരുത്, മനുഷ്യത്വമാണ് വേണ്ടതെന്ന അനുകൂല ഉത്തരവിറക്കി. ഒടുവിൽ വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയായി. Me and my sister got this opportunity to this operation and we come. It's all God's plan. And मैं और मेरा सिस्टर अलग जगह में बैठे थे. वो सिस्टर का अचानक वो जेनेटिक के पहला कुछ पता नहीं था. वो उसमें वो जेनेटिक होकर के हमने पता लाया. तो ये साजन डॉक्टर उधर नेपाल में आए थे. ഇതിലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് നമ്മളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് അക്കോർഡിംഗ് ടു ലോ ഇന്ത്യൻ സിറ്റിസനാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഓൾവേസ്. അപ്പോൾ അതുകൊണ്ട് 2-3 ഹാർട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇവക്ക് കിട്ടിയില്ല. GH ഡോക്ടേഴ്സും സൂപ്രണ്ടും ഒക്കെ ഒരു റിട്ടിന് പോയി, അത് അവർക്ക് അനുകൂലമായിട്ട് കിട്ടി. അങ്ങനെയാണ് അവൾക്കിപ്പോൾ ഈ ഒരു ഹാർട്ട് കിട്ടാനുള്ള സാഹചര്യം. 21-ാം വയസ്സിൽ ജീവിക്കാനായി, ജീവിതത്തിനായി ഒരു പെൺകുട്ടി നടത്തിയ പോരാട്ടം. അതിന് നിയമവും സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ വിഭാഗവും ഒരുമിച്ച് നിന്നു, പ്രവർത്തിച്ചു. ഒടുവിൽ 46-കാരനായ ഷിബുവിന്റെ ഹൃദയം 21-കാരിയായ ദുർഗയിൽ മിടിച്ചു തുടങ്ങി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം. ജീവൻ രക്ഷിക്കാൻ പൗരത്വമല്ല മനുഷ്യത്വമാണ് പ്രധാനമെന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവ്, അതാണ് ഈ ഒരു നിമിഷത്തിന് കാരണമായത്. ഈ ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്നേഹമോൾ നൈനാൻ നമുക്കൊപ്പം ചേരുകയാണ്. സ്നേഹ, ഒരു ചരിത്ര നേട്ടം, അഭിമാന നിമിഷം എന്ന് തന്നെ പറയാമല്ലേ? കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വിശ്വസിച്ചെത്തിയ ഒരു പെൺകുട്ടിക്ക് നിരാശയോടെ മടങ്ങേണ്ടി വരില്ല. അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നൊരു വാർത്ത. ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഹൃദയം, 21-കാരിയുടെ ഹൃദയം, അത് 46-കാരനായ കൊല്ലം സ്വദേശി ഷിബു പകുത്തു നൽകിയ ആ ഹൃദയം മിടിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് കേരളത്തിലുള്ള നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അത് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇപ്പോൾ സർക്കാർ സംവിധാനം, അതായത് ഈ സർക്കാർ ആശുപത്രിയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരിമിതികൾ നമുക്കറിയാം. ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ശസ്ത്രക്രിയകൾ നടത്തുന്നതെന്നാണ്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ 2021 ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ നടന്നിട്ടുമുണ്ട്. അപ്പോൾ 19 വയസ്സുള്ളപ്പോഴാണ് നേപ്പാൾ സ്വദേശിനി ദുർഗാ കാമയ്ക്ക് ഇത്തരത്തിലൊരു അപൂർവമായ ജനിതക രോഗം ഉണ്ട് എന്നുള്ള വിവരം മനസ്സിലാകുന്നത്. ദുർഗയുടെ അമ്മയും സഹോദരിയും ഇതേ അസുഖം ബാധിച്ച് മരണപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ദുർഗയ്ക്ക് ഒരു ഇളയ സഹോദരനും കൂടിയുണ്ട്. ഇവർ 2 പേരും നേപ്പാളിലുള്ള അനാഥാലയത്തിൽ നിന്നാണ് വളർന്നത്. 2 പേരും വേറെ വേറെ അനാഥാലയത്തിൽ നിന്നാണ് വളരുന്നത്. അപ്പോൾ 19 വയസ്സുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു രോഗമുണ്ട് എന്നൊരു കാര്യം മനസ്സിലാകുകയും ഇത്രയും നാളും അത്
പൊരുതി ജീവിക്കുകയും ശരി, ചെയ്തു. അപ്പോൾ എന്തായാലും ഷിബുവിന്റെ ഹൃദയം ഇനി ആ നേപ്പാൾ സ്വദേശിനിയിൽ മിടിക്കും എന്നത് തന്നെയാണ്